ഒടുവിൽ ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പിന്നെ അവനായിരുന്നു ഞങ്ങളുടെ ലോകം. അവനിലേക്കായി എൻ്റെ കൂടുതൽ സമയവും. അവിടെ അവനെ കൊണ്ടു നടക്കാനും മറ്റുമായി ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ പേരക്കുട്ടിയായിരുന്നതിനാൽ അവനെ എല്ലാവരും ധാരാളം കൊഞ്ചിച്ചു കൊണ്ട് നടന്നു. അവരുടെ കുടുംബത്തിലെ കുറേ കാലത്തിന് ശേഷം വന്ന കുട്ടി. എല്ലാവരും പൊന്നുപോലെ അവനെ നോക്കി. 2 പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ഉമ്മാക്കും പാപ്പാക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി. അവനെ ആരും നിലം തൊടിയിക്കാതെ തന്നെ വളർത്തിയെന്ന് വേണം പറയാൻ. എൻ്റെ ആദ്യത്തെ മകൻ. എൻ്റെ വലിയ ലോകം അവനിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ കൈ വളരുന്നു, കാല് വളരുന്നു. അവൻ എന്താണെന്ന് കൊടുക്കേണ്ടത്, അവൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് മാത്രം എൻ്റെ ജീവിതം ചുരുങ്ങിക്കൊണ്ടിരുന്നു. ഒരു മനുഷ്യ സ്ത്രീക്ക് അല്ലെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഞാൻ അവന് വേണ്ടി ചെയ്തിരുന്നു. അവൻ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. അന്ന് അവന് അളവിലേറെ സ്നേഹം എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയത് കൊണ്ടാവാം ഇന്നവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. അവൻ്റെ ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടിയിരുന്ന സ്നേഹമാവാം അന്ന് അവന് എല്ലാവരും നൽകിയത്. അവൻ്റെ വാപ്പയുടെ കുടുംബം അവനെ എത്രത്തോളം നോക്കാൻ പറ്റുമോ അത്രത്തോളം അവർ നോക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിലെ ഏറ്റവും ഭാഗ്യവാനായ കുഞ്ഞെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം അവനെ അത്രയ്ക്ക് എല്ലാ രീതിയിലും അവർ നോക്കി. അവന് കൊണ്ടു കൊടുക്കാത്ത സാധനങ്ങളില്ല, അവന് വാങ്ങിക്കൊടുക്കാത്ത സാധനങ്ങളില്ല. അവനെ ഏതു നേരവും എടുത്തു നടക്കാൻ ഒരുപാട് കുഞ്ഞിത്താത്തമാര്, അവനെ കളിപ്പിക്കാൻ ഒരുപാട് കുഞ്ഞിത്താത്തമാര്. അങ്ങനെയായിരുന്നു അവൻ്റെ ജീവിതം. എന്തിനും ഏതിനും ആള്. പക്ഷെ ഇന്നെൻ്റെ മകന് അവരൊന്നുമില്ല. ഞാൻ കാരണം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അറിയില്ല. അവനെല്ലാം നഷ്ടപ്പെട്ടു, അത് മാത്രം അറിയാം. അവനെ എല്ലാവരും കൊഞ്ചിക്കുന്നതും നോക്കുന്നതും കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നുമായിരുന്നു. എൻ്റെ മകനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. ഇന്ന് എല്ലാവരും വലിയ മക്കളായി, അവരെല്ലാം വിവാഹം കഴിഞ്ഞു പോയി. അവനും വലുതായില്ലേ. ആ കാലത്തുള്ള സ്നേഹം എനിക്ക് കിട്ടുമോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം അവനും ഇന്ന് വലിയ കുട്ടിയല്ലേ, വലിയ പുരുഷനായി മാറിയില്ലേ. വർഷങ്ങൾ വെള്ളിമാൻ കണക്കെ മിന്നി മിന്നി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞതെല്ലാം ഒരവശേഷവും ബാക്കിയാക്കാതെ കാലം മറന്നിരുന്നു. മോനെ ഞങ്ങൾ പ്ലേ സ്കൂളിൽ ചേർത്തി. സുഖകരമായ ജീവിതം, കൂടുതൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മാത്രം ജീവിതം പോയിക്കൊണ്ടിരുന്നു. എന്നെ വീണ്ടും പഠിക്കാൻ അയച്ചു. എൻ്റെ നിർബന്ധപ്രകാരമായിരുന്നില്ല. അദ്ദേഹമാണ് എന്നോട് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞത്. +2 പഠനം പൂർത്തിയാക്കിയ ഞാൻ ഡിസ്റ്റൻസായി ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി കുഴപ്പമില്ലാതെ ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് ചില സ്വഭാവ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഡിഗ്രിയിലും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും A ഗ്രേഡ് കിട്ടി തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദേഷ്യവും മുറുമുറുപ്പൊക്കെ ഇടയ്ക്ക് കാണാൻ തുടങ്ങി. പിന്നെ അത് കൂടിക്കൂടി വന്നു. ഇത് എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ അസംതൃപ്തിയെ വീണ്ടും തലപൊക്കാൻ സഹായിച്ചു. കുടുംബത്തിലും ചില കാരണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അഡ്ജസ്റ്റ്മെന്റിന് അധികം ആയുസില്ല എന്ന് വീണ്ടും കാലം തെളിയിച്ചു. മുന്നോട്ടുള്ള വർഷങ്ങൾ പിന്നെ അത്ര രസകരമായില്ല. തമ്മാമിൽ രസച്ചേർച്ചകൾ കൂടുതലായി വന്നുകൊണ്ടിരുന്നു. ആദ്യകാലത്ത് ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു പ്രധാന കാരണം. പക്ഷെ അതങ്ങനെ കാലങ്ങൾ മായ്ച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ കണ്ടുവരുന്നത്. അന്ന് എനിക്ക് എന്ത് പ്രശ്നമുണ്ടായിരുന്നെങ്കിലും അത് ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കാൻ അദ്ദേഹം വളരെയധികം തയ്യാറായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം അങ്ങനെയല്ല. എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ, എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ വന്നതുപോലെ, എന്തിനും ഏതിനും എന്നോട് ദേഷ്യവും വെറുപ്പൊക്കെ ആയി വരുന്നത് പോലെ. ഞാൻ അതിനിടയിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. IAS എക്സാമിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. +1 +2 ഞാൻ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് പ്രൈവറ്റ് ആയിട്ട് ആയിരുന്നു. അതിനാൽ തന്നെ എനിക്ക് ആ എക്സാമിന് തയ്യാറെടുക്കാൻ പറ്റിയില്ല.
അതിനൊക്കെ അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്താനും അല്ലെങ്കിൽ എനിക്കൊരു ജോലി ലഭിക്കാനും ഒക്കെ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മാനസികമായിട്ട് ഹാപ്പി അല്ലാത്ത എനിക്ക് ഇതൊന്നും അത്ര സന്തോഷം തോന്നിയില്ല. മൂടിക്കിടന്നിരുന്ന എൻ്റെ പഴയ പ്രണയത്തിനെ ഇടയ്ക്കൊക്കെ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്ന പോലെ തോന്നി. പലപ്പോഴും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതിന് അവനിലേക്ക് ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നോ എന്ന് എനിക്കും തോന്നി തുടങ്ങി. വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ സ്വരച്ചേർച്ചകളും പ്രശ്നങ്ങളും കൂടിക്കൂടി തന്നെ വന്നു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയത് എനിക്ക് പൊറുക്കാനാവാത്തതായിരുന്നു. അവസാനം ഞാൻ ആ തീരുമാനത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എത്തിച്ചേർന്നു. കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ആ തീരുമാനത്തിലെത്തിയത്. ഡിവോഴ്സ്. മോനെ ഞാൻ നോക്കുമെന്നും ഉറപ്പിച്ചു. കൂടുതലൊന്നും എനിക്കിനി ചിന്തിക്കാനില്ല. ഇതേ എൻ്റെ മുന്നിൽ മാർഗമുള്ളൂ. ഒരുപാട് വർഷങ്ങളായി ഞാൻ ആരുടെയൊക്കെയോ ആവശ്യത്തിന് വേണ്ടി ജീവിച്ചതായിരുന്നു. ഇനിയും ഇതെനിക്ക് താങ്ങാനാവുന്നതല്ല. ഞാൻ ശ്രമിച്ചു നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോവാൻ. പക്ഷേ ഇനി എനിക്ക് പറ്റില്ല. എൻ്റെ മാനസികമായ സന്തോഷം തന്നെയാണ് ഇനി എനിക്ക് വലുത്. ഏച്ചു കൂട്ടിയാൽ മുഴച്ചു കിടക്കുമെന്നത് സത്യമായി പുലർന്നു. ഞങ്ങൾ പിരിയാൻ തന്നെ ഉള്ളവരാണ് എന്ന് കാലം തീർച്ചപ്പെടുത്തി. അവസാനം അത് സംഭവിച്ചു. ഞങ്ങൾ പിരിഞ്ഞു. നഷ്ടപരിഹാരമൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ എനിക്ക് എൻ്റെ വാപ്പ വിവാഹത്തിന് തന്ന 50 പവൻ സ്വർണം അത് ഞാൻ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടു. മുൻപ് പല ബിസിനസ് ആവശ്യത്തിനുമായി അദ്ദേഹം ആ സ്വർണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിലൊരു തുണിക്കടയൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അതൊന്നും അത്ര വലിയ സക്സസ് ആയില്ല. അതുകൊണ്ട് തന്നെ അതിന് തത്തുല്യമായ പണം അവർ എനിക്ക് തന്നു. അങ്ങനെ ആ വേർപിരിയൽ പത്രത്തിൽ ഞങ്ങൾ ഒപ്പുവെച്ചു. പലരും എന്നോട് ചോദിച്ചു എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്നത്. ചോദിച്ചവരോട് ഇനി നിങ്ങൾ അത് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ അതിന് ഉത്തരമില്ലായിരുന്നു. ആ ബന്ധം പിരിയാനുള്ളതായിരുന്നു. അത് മാത്രം എനിക്കറിയാം. ജീവിതത്തിന്റെ നല്ല ഓർമ്മകളിൽ എവിടെയൊക്കെയോ അവരൊക്കെ ഉണ്ടായേക്കാം. ഇന്ന് ഞാൻ മറ്റൊരു വിവാഹത്തിൽ വളരെ സന്തോഷവതിയാണ്. ഇതായിരുന്നു ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത്. ഈ സന്തോഷമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അന്ന് എനിക്ക് ഇതല്ല ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേർപിരിയാനെടുത്ത തീരുമാനം ഒരിക്കലും എനിക്ക് തെറ്റായി തോന്നിയില്ല. കുറച്ച് വൈകിയാണെങ്കിലും എന്താണോ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അത് എന്നിലേക്ക് വന്നു ചേർന്നു. ഞങ്ങളുടെ തീരുമാനം മകനെ ബാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവൻ കുറച്ച് എൻ്റെ അടുത്തും കുറച്ച് അവരുടെ അടുത്തുമായി നിൽക്കും. എങ്കിലും അവനൊരു പേരൻസിന്റെ സ്നേഹം ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിൽ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവനോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇന്ന് ദൂരത്തായിരുന്നാലും ഞങ്ങൾ അവനെ സ്നേഹിക്കാനുണ്ടല്ലോ. അവരടുത്തും എൻ്റെ അടുത്തുമായിട്ട് തന്നെയാണ് അവൻ വളരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവൻ എൻ്റെ വീട്ടിലാണ് അധികവും ഉണ്ടാവാറ്. അവിടെ വേറെ ആരുമില്ലല്ലോ, അവൻ മാത്രമല്ലേ ഉമ്മാക്കുള്ളൂ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അയാളെ കണ്ട് കഴിഞ്ഞതിനെല്ലാം മാപ്പ് പറയണമെന്നുണ്ട്. അത് ആവശ്യമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ മനസാക്ഷി എന്നോടത് ആവശ്യപ്പെടുന്നുണ്ട്. മകൻ അവിടെ പോവാറുണ്ട്. അവനെ അവരെ വീട്ടിൽ കൊണ്ടുപോവാറൊക്കെയുണ്ട്. അദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ അവസ്ഥയിലേക്കെത്താൻ വർഷങ്ങളെടുത്തു. എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു എല്ലാത്തിനും, മനസ്സിനും ശരീരത്തിനും ഒക്കെ. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം അത് ചെയ്യുമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നു. ബന്ധമൊഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. അദ്ദേഹം അതിൽ സന്തോഷവാനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് സഫർ ചെയ്തു. ആളുകളുടെ കുറ്റപ്പെടുത്തൽ, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ, ആളുകളുടെ നോട്ടങ്ങൾ. ഞാൻ വർഷങ്ങളെടുത്തു ആ ട്രോമയിൽ നിന്നും കരകയറാൻ. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ജീവിതത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞുപോയ ആ വർഷങ്ങൾ
അവരോടൊപ്പം ജീവിച്ചതിനേക്കാൾ ഞാൻ സഫർ ചെയ്തു. ആ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു. ആണുങ്ങൾക്ക് എന്ത് വേഗം കഴിയുന്നു അല്ലേ എല്ലാം മറക്കാൻ, പുതിയൊരു ജീവിതം തുടങ്ങാനൊക്കെ. എന്തായാലും അവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. ബാക്കിയാവുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടാൽ അവസാനമായി ഒരു മാപ്പ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബുക്കിഷ് റൈറ്ററിലെ അയാൾ എന്ന സീരീസിലെ മാപ്പ് എന്ന കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ ദ വാച്ച്.